നമ്മൾ സാധാരണ ഹോം ഡെക്കർ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ചുമ്മാ ഒരു എസ്തെറ്റിക് ലുക്ക് കൊടുക്കാൻ നോക്കിയതാ, പക്ഷെ പാളിപ്പോയില്ലേ. കണ്ടിട്ട് ഒരു മാച്ചും ഇല്ല. എന്നാലും ഓക്കെ, നമുക്കൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കുറേ ട്രാവൽ വീഡിയോസിൻ്റെയും ഒക്കെ ഇടയിൽ കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇത് ഞങ്ങൾ നാട്ടിൽ പോയി തിരിച്ചു വന്നിട്ട് ആദ്യത്തെ ദിവസം ജോലിക്ക് പോയി, നെക്സ്റ്റ് ഡേ ഓഫ് എടുത്തു. അപ്പോൾ അന്ന് മഴയായിരുന്നല്ലോ, നാട്ടിൽ നല്ല മഴയായിരുന്നു. തിരിച്ചു വന്ന് ഇവിടെ നോക്കിയപ്പോൾ നല്ല വെയിൽ. അപ്പോൾ ആ ജനല തുറന്നൊക്കെ ഇട്ട് ആ വെളിച്ചുള്ളിലേക്ക് വന്നപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. അപ്പോൾ അതാണ് ഞാൻ അത് വീഡിയോ എടുത്തത്. പിന്നെ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഒന്നുമില്ല, നാട്ടിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. അപ്പോൾ തേങ്ങയില്ല, അതുപോലെ പല മാവ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു പുറത്തൊന്നും പോയി വാങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ നമുക്ക് ഓർഡർ ചെയ്താൽ 15 to 20 മിനിറ്റിനുള്ളിൽ ഡെലിവറി കിട്ടുമല്ലോ. ഞാൻ അതിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു, അത്യാവശ്യം ഒരു വീക്കിലേക്കുള്ളത്. പിന്നെ കുറേ ജോലികളുണ്ടായിരുന്നു കേട്ടോ, വന്ന് ഒതുക്കി വെക്കാൻ. പെട്ടിയിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുള്ള തുണികളൊക്കെ സോഫയിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കാം. അപ്പോൾ അതേ ഫസ്റ്റ് ഷിപ്മെൻറ്റ് വന്നു. അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു, കുട്ടികൾക്കുള്ള സ്നാക്സ് അങ്ങനെയുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറിയും അത്യാവശ്യത്തിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് മുംബൈയിലേക്ക് പോയിക്കായിരുന്നു കേട്ടോ ഒരു 3 ദിവസത്തേക്ക്. അപ്പം ഞങ്ങൾ 3 ഗേൾസ് മാത്രമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം പിന്നെ എവിടെയും പോകണ്ടാത്തത് കൊണ്ട് നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് ഡേ തുടങ്ങിയത്. നിങ്ങൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുട്ടികളെ വിളിച്ച് എണീപ്പിച്ച് തന്നെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. വെക്കേഷനും ആയിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു തിങ്ങാട്ടോ ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞത്. സ്വിഗ്ഗിയിൽ ഇങ്ങനത്തെ ഓർഗനൈസേഴ്സ് ഒക്കെ ഇപ്പോൾ കിട്ടുന്നതുകൊണ്ട് നമുക്ക് നല്ല സൗകര്യമാണ്. അപ്പം ഞാനിത് എന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ, ഓൾറെഡി നമുക്കൊരു ലോണ്ട്രി ബാസ്ക്കറ്റ് ഉണ്ട്, അത് കഴുകാനുള്ള തുണിയിടാൻ. ഇത് അടപ്പോട് കൂടിയിട്ട് എന്തിനാന്ന് വെച്ചാൽ, കഴുകി കഴിഞ്ഞ തുണികൾ കുറച്ച് നമുക്കൊന്ന് ഇട്ട് വെക്കണം. ഇവിടെ ചെയറിലോ സോഫയിലോ ഒന്നും ഇടണ്ട എന്ന് വെച്ചാൽ നമുക്കിതിലിട്ട് സേഫായിട്ട് വെക്കാം. നമുക്ക് എപ്പോഴാച്ചാ സമയമുള്ളപ്പം മടക്കി വെച്ചാൽ മതിയല്ലോ. അപ്പം അതിനാണ് ഇത് വാങ്ങിച്ചത്. അത്ര വലിയ വിലയില്ല, ഒരു 210 200 ആ ഒരു റേഞ്ചിലുള്ള സാധനങ്ങളാണ്. പിന്നെ ഇത് പച്ചക്കറി, പനീർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വന്നു. പിന്നെ ഇത് അവരെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളവും എനിക്ക് ഗ്രീൻ ടീ ഒക്കെ ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തേങ്ങയൊക്കെ വന്ന് തേങ്ങ ഉടച്ച് നമ്മൾ ചിരകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ ഇത് കിത്തു വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തേങ്ങ ചിരകാൻ. പക്ഷെ അവൾക്ക് അത്ര ശക്തി ഇല്ല, എന്നാലും അവൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. എന്നിട്ട് ഞാൻ പിന്നെ തേങ്ങയൊക്കെ ചിരകി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. മാവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള മാവൊക്കെ വാങ്ങാൻ എനിക്ക് ഇൻസ്റ്റാമാർട്ട് ഇഷ്ടമാണ്. കാരണം നമുക്ക് പെട്ടെന്നൊന്നും ഇല്ല ഉണ്ടാക്കാന്ന് വെച്ചാൽ നമുക്ക് വേഗം ഓർഡർ ചെയ്യാമല്ലോ. ഇത് നമ്മൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുട്ടികളിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ നല്ല മഴയായിരുന്നല്ലോ, ഇവിടെ വന്നപ്പോൾ നല്ല ചൂട്. അപ്പോൾ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു ക്ലൈമറ്റ്. അപ്പോൾ അതന്നെ ശരിക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് മാറി മാറി വന്നതുകൊണ്ട് പനിയും ജലദോഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. ഒരുവിധം ചെന്നൈയിൽ ഇപ്പം എന്താണെന്ന് വെച്ചാൽ, വെയിലാണോ എന്ന് ചോദിച്ചാൽ പകലും മുഴുവനും നല്ല വെയിലും പൊള്ളണ പോലത്തെ വെയിലാണ്. പക്ഷേ ഈവനിങ് ആകുമ്പോൾ ചില ദിവസങ്ങളിൽ ഇടിവെട്ടി മഴ പെയ്യും, അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല, പെട്ടെന്നാവും നമ്മൾ മഴ പെയ്യാം. അപ്പോൾ ഇത് തേങ്ങയൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കും. ഫ്രീസറിലൊന്നും ഞാനിങ്ങനെ വെക്കാൻ മാത്രം അധികമൊന്നും ചിരകാറില്ല. മാക്സിമം ഒരു 2 തേങ്ങയൊക്കെയാണ്. ഇന്ന് ഞാൻ 1 തേങ്ങ ചിരകിയിട്ടുള്ളൂ. പിന്നെ ഇത് മാവ് വാങ്ങുന്നത് അത്ര ലാഭകരമല്ല എന്ന് എനിക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെ തോന്നാറുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിടും. ചെന്നൈയിലത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ചൂടല്ലേ. അപ്പം അതിനൊരു ശമനത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അത് ചോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു പാത്രം വെച്ചേക്കണേ. ലൈറ്റായിട്ട് ലീക്കാവുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇത് ബാക്കിയുള്ള പണികളിലേക്ക് കടന്നു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയിഞ്ചി അതൊക്കെ നമ്മൾ വേറൊരു പാത്രത്തിലാക്കി ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ വേറെയും കുറച്ച് ഐറ്റംസ് അട അതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ 2-3 ദിവസമൊക്കെ എടുത്തിട്ട് ചൂടാക്കിയിട്ടൊക്കെ കഴിച്ച് അവസാനിപ്പിച്ചു അത്. പിന്നെ കുറച്ച്
അച്ചപ്പം, കുഴലപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്രാവശ്യം നമ്മൾ കാറിലല്ലല്ലോ, ട്രെയിനിലല്ലേ. അപ്പം ലഗേജ് കുറച്ച് പ്രശ്നമായതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല. ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു ലൈറ്റായിട്ടൊരു ലഞ്ച് ഉണ്ടാക്കാമെന്ന്. കാരണം ഇവർക്കിപ്പോൾ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്താലും ഈ മുട്ടയുടെ ഓംലേറ്റ് ഉണ്ടെങ്കിൽ അവർ അത് മാത്രം കൂട്ടിയിട്ട് കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ കഷ്ടപ്പെടണേ. അപ്പോൾ ഞാൻ മുട്ട വെച്ചിട്ട് ചുമ്മാ ചിക്കി പൊരിച്ചിട്ട് ഉള്ള ഒരു മുട്ടത്തോരൻ ഉണ്ടാക്കി. അവർക്കത് ഇഷ്ടമാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ അത് കഴിക്കാൻ നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമാണ് ഉണ്ടാക്കിയത്. കാരണം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു അടുക്കളയിൽ. ഒരു ദിവസം ഓഫ് കിട്ടിയതല്ലേ, അപ്പോൾ റെസ്റ്റും ആവണമല്ലോ. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഇത് കുക്കിങ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി സമാധാനപരമായിട്ട് ഇരുന്ന് ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ ബാക്കിയുള്ള പണികൾ പ്ലാൻ ചെയ്യായിരുന്നു, എന്തൊക്കെ പണികൾ ചെയ്യാനുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിലത്തെ മെയിനായിട്ടുള്ള ഒരു പരിപാടിയാണ്. അച്ഛനും അമ്മയൊക്കെ വന്ന് 1 മാസത്തോളം ഉണ്ടായിരുന്നു, 2 പേരുടെ അച്ഛനും അമ്മമാരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രസ്സിങ് ടേബിൾ എടുത്ത് പുറത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ തിരിച്ച് ഇവിടെ കൊണ്ട് ഇടണമല്ലോ. കാരണം എപ്പോഴും ഈ കണ്ണാടി നോക്കാനും സാധനങ്ങൾ എടുക്കാനും പുറത്തു പോയി ചെയ്യാന്നുള്ളതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പണി അത് ചെയ്തു. ഞാനും ഗിത്തും ഹെൽപ്പ് ചെയ്തു കുറച്ച്. പിന്നെ ഇതേ പുറത്തെ കാഴ്ചയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യമില്ലേ അവിടെ വെള്ളപ്പൊക്കം വന്നിട്ട് വെള്ളം പോയ സ്ഥലത്ത് ഇപ്പോൾ ഒരു വീടായി. ഇപ്പോൾ ഓർമ്മയുണ്ടാവും, നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ എൻ്റെ കുഞ്ഞ് ഗാർഡൻ ഒന്നും നാശമായിട്ടൊന്നുമില്ല ഭാഗ്യത്തിന്. കാരണം നമ്മളൊരു 5 ദിവസത്തേക്കാണല്ലോ പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ടേബിളിൻ്റെ ആ ഭാഗം, കാരണം സ്കൂൾ തുറക്കാറായല്ലോ, അപ്പം ഇപ്പോൾ കുറേ കാലമായിട്ട് ക്ലീനിങ് ഒന്നും നടന്നിട്ടില്ല. ഫുള്ള് ബിസി ആയിരുന്നു. അച്ഛനും അമ്മയും വന്നിട്ട് എല്ലാ വീക്കെൻഡ്സിനും എങ്ങനെയൊക്കെ പുറത്തു പോകും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ക്ലീനിങ് വളരെ കുറവായിരുന്നു. ഇപ്രാവശ്യം വിചാരിച്ചു ഇന്നൊരു ദിവസം കിട്ടിയതല്ലേ, സ്കൂളും ഈ ഒരു ദിവസം കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ടോ തുറക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ക്ലീനിങ് ഒക്കെ കഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു മാക്സിമം സാധനങ്ങൾ ആവശ്യമില്ലാത്തത് കളയാം. കാരണം വെറുതെ ഇങ്ങനെ വെച്ച് പൊടി പിടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ മേശപ്പുറത്ത് അല്ലെങ്കിൽ മേശയുടെ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല. ഞാനൊന്നും ഇങ്ങനെ കളയില്ല, അങ്ങനെ സൂക്ഷിച്ച് വെക്കും. പക്ഷേ ഇപ്രാവശ്യം ഞാനിങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ആവശ്യമില്ലാത്തത് ഒക്കെ കളയാം. നമ്മൾ യൂസ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് വെച്ചതൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഡീക്ലട്ടറിങ് വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ, മേക്കപ്പ് ഐറ്റംസിൻ്റെയൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഡെസ്കിൻ്റെ ഓർഗനൈസേഷനും ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ട് ഈ ഓർഗനൈസേഴ്സൊക്കെ നമ്മൾ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ഇത് നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ, അതായത് ഡ്രോയേഴ്സിൽ വെക്കാനും നല്ലതാണ്, ഇതുപോലെ മുകളിൽ വെക്കാനും നല്ല സ്റ്റാക്കബിളാണ്. പിന്നെ ഈ ഒരു സംഭവം ഞാൻ ക്രാഫ്റ്റ് ബോക്സ് വാങ്ങിച്ചതാണ്. ഇത് എനിക്കിഷ്ടമാണ്, വുഡിൻ്റെ. പിന്നെ അത് ഈ താഴെ ഇരിക്കുന്ന വുഡൻ ബോക്സസ് ആണ് ഞാൻ അന്വേഷിച്ചത് ഹോം സെൻറ്ററിൽ. പക്ഷേ ഇപ്രാവശ്യം അവൈലബിൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ പ്ലാസ്റ്റിക് സംഭവത്തിൽ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരുവിധം ഓർഗനൈസേഷനൊക്കെ കഴിഞ്ഞു. ഇനി ഇത് ഈ ബെഡ് എടുത്ത് റാക്കിൻ്റെ മുകളിൽ വെക്കണം. അടുത്ത അമ്മയച്ഛനും വരണ വരെ ഇനി അതാണ് പരിപാടി. പിന്നെ തുണികൾ കുറേ മടക്കി വെക്കാണ്ടായിരുന്നു. ഇത് ഓൾറെഡി നമ്മൾ വന്ന് കഴുകിയിട്ടുള്ള തുണികൾ മടക്കി വെക്കലായിരുന്നു. അല്ലാതെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ ഐറ്റംസ് എടുത്ത് വെക്കാണ്ട്, അത് പെട്ടികളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ റൂം ആകെ മോശമായിരുന്നു. അപ്പം ഞാൻ തുടങ്ങി വെച്ചു ക്ലീനിങ്. സാധാരണ അത് ഈ 2 ഡ്രോയേഴ്സ് ഇവർ കുഞ്ഞു കുട്ടികളാകുമ്പോൾ വാങ്ങിച്ചിട്ടുള്ളതായത്, ഈ ഒരു വാർഡ്രോബ്. അപ്പോൾ അതിൽ പാൻറ്റുകൾ വെക്കാനായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ വലുതായി, പാൻറ്റിൻ്റെ വലുപ്പം കൂടിയപ്പോൾ ആ ഒരു ഡ്രോയിൽ ഒന്നും വെക്കാൻ പറ്റാണ്ടായി. അപ്പോൾ ഞാൻ നേരെ തിരിച്ച് വെച്ചു. പാൻറ്റുകൾ വേറെ ഭാഗത്തേക്ക് മാറ്റിയിട്ട് ടീഷർട്ട്സ് മാത്രം ഇപ്പോൾ അവിടേക്കാക്കി. പിന്നെ ബാക്കി ഞാൻ പണി തുടങ്ങിയപ്പോൾ അവരവരുടെ പണി സ്റ്റാർട്ട് ചെയ്തു. ടീഷർട്സ് ഫുൾ ഇവിടെയാ, ടീഷർട്സ് ഇങ്ങോട്ടാക്കി, ഫുൾ ടീഷർട്സ്. പാൻറ്റുകൾ അങ്ങനെ നോക്കി, കാരണം ടീഷർട്ടാകുമ്പോൾ ഒതുങ്ങും, പാൻറ്റുകൾ ഒതുങ്ങില്ല. പാൻറ്റുകൾ വലിയ ബൾക്കിയാ. പണ്ട് ഞാൻ ജോലിക്ക് പോവാത്ത സമയത്ത് ഇവരുടെ റൂമൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്യാറ്. അവരും അപ്പം എൻ്റെ കൂടെ കൂടാറുണ്ട്, അതായത് അവർ തന്നെ ചെയ്യാനുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ വീട്ടിലില്ലല്ലോ, അതുകൊണ്ട് അവരും ചെയ്യാതായി.
ഞാൻ പറഞ്ഞാൽ വന്നിട്ട് ഇതുപോലെ ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അവരവരുടെ തിങ്സ് കുറേയൊക്കെ ഒതുക്കി വെച്ചു. അപ്പോൾ ഒരു നല്ലൊരു പീസ്ഫുൾ ഡേ ആയിരുന്നു. കാരണം അവരും കൂടി ഹെൽപ്പ് ചെയ്തപ്പോൾ എനിക്ക് അധികം ഒരു പണി തോന്നിയില്ല. പിന്നെ അതേ ഞാൻ വാങ്ങിച്ച ആ ഒരു സംഭവങ്ങളൊക്കെ ഒതുക്കി വെച്ചു. പിന്നെ അരി ഉഴുന്നും അരയ്ക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ പരിപാടികൾ ചെയ്തു ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ. പിന്നെ ഡിന്നറിനുള്ള പരിപാടി നോക്കണം എന്നിങ്ങനെ വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ പണികളുണ്ടെന്ന്, പെട്ടികളൊക്കെ ഒഴിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പം അത് ചെയ്യണതിൻ്റെ ഇടയിൽ അത് കിത്തു വന്നിട്ട് എന്തൊക്കെയോ ചെയ്യേണ്ട കേട്ടോ. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഈ വീഡിയോ എടുത്തത്. പിന്നെ നമ്മൾ ലാസ്റ്റ് എന്ത് തീരുമാനിച്ചു എന്ന് വെച്ചാൽ ഡിന്നർ പുറത്തുനിന്ന് വാങ്ങിക്കാൻ തീരുമാനിച്ചു. കാരണം രാവിലെ ഉച്ചയ്ക്കും വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത്, അപ്പം എന്തായാലും രാത്രി പുറത്തുനിന്ന് വാങ്ങിക്കാം. അച്ഛനും അവിടുന്ന് ഫോൺ വിളിച്ചിട്ട് ഭക്ഷണം കഴിച്ച കാര്യം പറഞ്ഞപ്പോൾ ഇവർക്ക് ഓക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പൊറോട്ട വേണം എന്ന് പറഞ്ഞ് അടയാറാനന്ദഭവനിൽ നിന്ന് പൊറോട്ട കുറുമ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അത് വെച്ച് രാത്രി അഡ്ജസ്റ്റ് ചെയ്തു. ഹലോ ഗായ്സ്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ കാണുമ്പോൾ ചോദിക്കും എന്തോ തുണിക്കടയായിരുന്നു. ബട്ട് അല്ല, ഇത് ഞങ്ങള് നാട്ടിൽ നിന്ന് കിട്ടിയ കളക്ഷനാണ്. കളക്ഷൻ കളക്ഷൻ കാണിച്ചു. ഫാഷൻ ഷോക്കെ കഴിഞ്ഞ് അവർ അവരുടെ ടാബും കൊണ്ട് കളിക്കാനിരുന്നു. അപ്പം ഞാൻ വീടിൻ്റെ ഫുള്ളൊരു വീഡിയോ ചുമ്മാ ഒന്ന് കറങ്ങിയെടുക്കാമെന്ന് വിചാരിച്ച്. കാരണം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഞാൻ വീട് ഒതുക്കണേ. എനിക്ക് നല്ല സമയം കിട്ടി, നമ്മൾ എവിടെയും പുറത്തൊന്നും പോകണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം ടൈം വീട്ടിൽ കിട്ടുമ്പോൾ ഒരു ഹാപ്പിനെസ്സാണ്. അപ്പോൾ അടുക്കളയാണെങ്കിലും എല്ലാം ക്ലീൻ ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ എൻ്റെ ടി വി കുറച്ച് നേരം കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.